നമസ്കാരം. ഇന്ത്യൻ രാഷ്ട്രീയത്തെ മൊത്തടക്കം പിടിച്ചു കുലുക്കിയ ഒന്നായിരുന്നു വോട്ട് ചോരി എന്നുള്ള വിവാദം. നമുക്കറിയാം, രാഹുൽ ഗാന്ധി പരസ്യമായി രംഗത്ത് വരുന്നു. അദ്ദേഹം PPT പ്രസൻറ്റേഷനിലൂടെ കൃത്യമായി പല കാര്യങ്ങളും പുറത്തുവിടുന്നു. പല ബ്രസീലിലുള്ള ഒരു സ്ത്രീയുടെ പേരിലടക്കം പല മഹാരാഷ്ട്രയിലും ഹരിയാനയിലും വോട്ടർ പട്ടികയിൽ വന്നു എന്നുള്ള തരത്തിൽ വരികയും പലതരത്തിലും രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാർ അതിനെതിരെ പരസ്യമായി രംഗത്ത് വരികയും ഒടുക്കം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഇലക്ഷൻ നടക്കുകയും പല സംസ്ഥാനത്തും ഇലക്ഷൻ നടക്കുകയും പ്രത്യേകിച്ച് അത് ഏറ്റവും കൂടുതൽ വലിയ വിവാദങ്ങളായത് ബംഗാളിലായിരുന്നു. ഏകദേശം 1 കോടിയോളം ആൾക്കാരുടെ വോട്ടുകൾ നഷ്ടപ്പെട്ട് വലിയ തരത്തിൽ പ്രശ്നങ്ങളാവും. അതിൽ തന്നെ ഏകദേശം 25-27 ലക്ഷത്തോളം വോട്ടുകൾ അവിടെ കൃത്യമായി പോൾ ചെയ്യേണ്ടത് പോലും കൃത്യമായി എല്ലാവിധ തെളിവുകളും ഉണ്ടായിട്ട് പോലും വോട്ട് ചെയ്യാൻ അവകാശം കൊടുത്തില്ല എന്നുള്ള പരാതി വരികയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബംഗാളിൽ മമതാ ബാനർജി തോറ്റത് ഏകദേശം 32 ലക്ഷം വോട്ടുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 27 ലക്ഷം വോട്ടുകളാണ് അന്ന് ഈ പറഞ്ഞ പോലെ എല്ലാവിധ രേഖകളും ഉണ്ടായിട്ട് പോലും വോട്ട് രേഖപ്പെടുത്താൻ പറ്റാതിരുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഒരു വിജയത്തിൻ്റെ ശതമാനം നോക്കുമ്പോൾ ചുരുങ്ങിയത് 2% ആ വോട്ട് പോലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മമതാ ബാനർജിയുടെ തോൽവിയുടെ ശതമാനം ഒരു 2% താഴെ മാത്രമേ ആവുമായിരുന്നു. അതൊന്നും ആയിക്കോട്ടെ. ഇപ്പം വീണ്ടും ഈ പറഞ്ഞ പോലെ അതിനുശേഷം ഇന്ത്യ മുന്നണിയിൽ വലിയ തരത്തിൽ ചർച്ചകൾ വരികയും തമിഴ്നാട് ഇലക്ഷനെ ബന്ധപ്പെട്ട് കോൺഗ്രസ് പെട്ടെന്ന് രാത്രി കൂടുമാറി TVKയോടൊപ്പം കൂടുകയും അവിടെ മന്ത്രിസഭ രൂപീകരിക്കുകയും ചെയ്യുന്ന നമ്മളെല്ലാവരും കണ്ടതാണ്. അതിനുശേഷം കാലാകാലം DMKൻ്റെ സന്നദ്ധ സഹചാരിയും വലങ്കയുമായിരുന്ന കോൺഗ്രസ്സാണ് പെട്ടെന്ന് ഒരു രാത്രി പാർട്ടി മാറി അല്ലെങ്കിൽ മുന്നണി മാറി ഈ പറഞ്ഞ പോലെ TVK ബന്ധപ്പെട്ട് അലയൻസ് ചേരുന്നതും. TVKയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും ഈ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര നടക്കുമ്പോൾ കൃത്യമായി തന്നെ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയുടെ കൂടെ തന്നെ പങ്കുചേർന്ന നേതാവാണ് വിജയ് എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ അന്ന് ആ കാലത്ത് ഞാൻ ഉറപ്പിച്ചതായിരുന്നു, ഒന്നല്ലെങ്കിൽ വിജയ് സ്വന്തമായി ഒരു പാർട്ടി രൂപീകരിക്കും എന്നുള്ളതും തമിഴ്നാട്ടിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുള്ളതും, അതല്ലാന്നുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ കൂടെ ചേരുന്നുള്ളതും. എനിക്ക് തോന്നുന്നു അങ്ങനെ വിജയ്ക്ക് തോന്നിയിട്ടുണ്ടാവും കോൺഗ്രസിൻ്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ കരുതിയ വോട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് പുതിയൊരു പാർട്ടി രൂപീകരിക്കുക എന്നുള്ളതായിരിക്കും നല്ലതെന്ന്. കാരണം അദ്ദേഹം ഭാരത് ജോഡോ യാത്ര കൂടെ നടന്നപ്പോൾ തന്നെ ഏറെക്കുറെ കാര്യങ്ങൾ ക്ലിയർ ആയിരുന്നു. എന്തായാലും ആ വിഷയം അതങ്ങനെ പോയി. എന്തായാലും പിന്നീട് ഇന്ത്യ മുന്നണിയിൽ നിന്ന് DMK വിട്ടു നിൽക്കുകയും സ്പീക്കർക്ക് കത്തെഴുതുകയും ചെയ്തു. മാത്രമല്ല അതിന് മുമ്പേ തന്നെ ആം ആദ്മി മുന്നണി വിട്ടുപോയി. ഇന്ത്യ മുന്നണിയിലെ പല നേതാക്കന്മാരെയും ബന്ധപ്പെട്ട് പ്രശ്നത്തിൽ ഏർപ്പെട്ടുകൊണ്ട് മമതാ ബാനർജി മുന്നണി വിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യ മുന്നണി വിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും വലിയ തരത്തിലുള്ള അകൽച്ചയിലോട്ട് മമതാ ബാനർജി പോയായിരുന്നു. ഇപ്പോൾ വീണ്ടും SIRനെതിരെയും അതേപോലെ തന്നെ വോട്ട് ചോരിക്കെതിരെയും വോട്ടർ പട്ടികയിൽ ക്രമക്കേടിനെതിരെയും ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ വീണ്ടും ഒരുമിച്ച് കൂടി എന്നുള്ള വാർത്തയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മമതാ ബാനർജി ചിലപ്പോൾ ബംഗാളിൽ അതിദയനീയമായി പരാജയപ്പെടുകയും ബംഗാളിൽ BJPയുടെ വളർച്ച എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്നുള്ളതായിരുന്നു. കാരണം 2016 ഏകദേശം 3 MLAമാരും 2021 ആകുമ്പോൾ 77 MLAമാരും 2026 ആകുമ്പോൾ 207 MLAമാരും ഇത്തരത്തിൽ എന്താ പറയുക പെട്ടെന്നുള്ളൊരു വളർച്ചയായിരുന്നു BJPക്ക് ഉണ്ടായിരുന്നത്. മാത്രമല്ല ഇല്ലാണ്ടാക്കിയത് ഈ പറഞ്ഞ പോലെ ബംഗാളിലെ കഴിഞ്ഞ 15 വർഷം അടക്കി ഭരിച്ച അത് അയൺ ലേഡി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന മമതാ ബാനർജിയാണ്. BJP അതും മമതാ ബാനർജിയുടെ വലങ്കയ്യായിരുന്ന സുവേന്ദു അധികാരി ഇല്ലാണ്ടാക്കിയത്. പിന്നീട് അങ്ങോട്ട് 20ഓളം MPമാരും 50ഓളം MLAമാരും മാറി നിൽക്കും. മമതാ ബാനർജിയുമായി ബന്ധപ്പെട്ട് സ്വന്തം മമതാ ബാനർജിയുടെ പാർട്ടിയിൽ നിന്നും ഏകദേശം 50ഓളം MLAമാരും 20ഓളം MPമാരും BJPയിലോട്ട് പോകുക എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നായിരുന്നു. അവരാണ് യഥാർത്ഥ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുകയും മാത്രമല്ല പല ഭാഗത്തും മഹാരാഷ്ട്രയിലായിട്ട് ഈ പറഞ്ഞ പോലെ ശരത് പവാർ വിഭാഗം വീണ്ടും വലിയ തരത്തിലുള്ള പ്രശ്നത്തിലോട്ട് പോവുകയും പല MLAമാരും MPമാരും BJPയിലോട്ട് ചേരുന്നുള്ളതും അതും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഏർപ്പെട്ടിരുന്നു. ഏറ്റവും അവസാനം ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ അവസാനം ഈ പറഞ്ഞ പോലെ ഇന്ത്യ മുന്നണിയിൽ നിന്ന് വിട്ടുപോയ പല നേതാക്കന്മാരും അവരുടെ അസ്തിത്വം തിരിച്ചു പിടിക്കാൻ വേണ്ടി വീണ്ടും തിരിച്ചു വരുന്നു എന്നുള്ള വാർത്തയാണ്. അപ്പം അതിന് കൂടെ പിടിച്ചത് മറ്റാരുമല്ല, ബംഗാളിൽ ദയനീയമായി തോറ്റ മമതാ ബാനർജി തന്നെയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കുട പിടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം മമതാ ബാനർജി കൃത്യമായി തോറ്റോടുകൂടി മനസ്സിലായി തനിക്ക് ഇനി ബംഗാളിൽ പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിൻ്റെ കൂടി സഹായത്തോടു കൂടിയേ പറ്റൂ എന്നുള്ളതും. മമതാ ബാനർജി എന്തുകൊണ്ട് തോറ്റു എന്ന് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞ പോലെ കൃത്യമായിട്ട് അവിടെ വോട്ട് വെട്ടിമാറ്റപ്പെട്ടു എന്നുള്ള കാര്യം മമതാ ബാനർജി കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ആ വിഷയം ബന്ധപ്പെട്ടുകൊണ്ട് ആം ആദ്മിയെയും അതേപോലെ DMKനെയും കൂടെ നിർത്താൻ മമതാ ബാനർജി പറഞ്ഞാൽ അവരെല്ലാവരും കേൾക്കും. ഇന്ത്യ മുന്നണി ഒരു പക്ഷേ രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു സ്വീകാര്യത അല്ലെങ്കിൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മമതാ ബാനർജിയാണ്. പലതരത്തിലുള്ള വിയോജിപ്പ് ഇന്ത്യ മുന്നണിയിലെ അടിയിലെ നേതാക്കൾ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കുണ്ട്.
പക്ഷേ എന്നിരുന്നാൽ പോലും ബാക്കി മുന്നണിയിലെ ബാക്കി പാർട്ടിക്കാരിൽ ഇപ്പം ശരത് പവാർ ആയാലും ഉദ്ധവ് താക്കറെ ആയാലും അല്ലെങ്കിൽ MK സ്റ്റാലിൻ ആയാലും പിണറായി വിജയനായാലും പല നേതാക്കന്മാരായിട്ട് ഒരേപോലെ ബന്ധം കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെല്ലാവരും അക്സെപ്റ്റബിൾ ആക്കുന്ന ഒരു നേതാവാണ് മമതാ ബാനർജി. ദേശീയ തലത്തിൽ BJP നേരിട്ട് ആക്രമിക്കുന്ന അല്ലെങ്കിൽ BJP എങ്ങനെയാണോ ആക്രമിക്കുന്നത് അതിന് അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് മമതാ ബാനർജി. അതുകൊണ്ട് തന്നെ മമതാ ബാനർജി വീണ്ടും മറ്റ് മുന്നണികളെ കൂടി ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നു. ഇതിൽ ഏറ്റവും വലിയ വിരോധാഭാസം DMKയും TVKയും ഇന്ത്യ മുന്നണിയിൽ വരുന്നു എന്നുള്ളതാണ്. കാരണം DMKനെ തോൽപ്പിച്ചാണ് TVK വരുന്നത്. TVK ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകുന്നു വിജയുടെ നേതൃത്വത്തിൽ. അപ്പോൾ കഴിഞ്ഞ 8-ാം തീയതി നടന്ന മീറ്റിങ്ങിൽ TVKൻ്റെ പ്രതിനിധികൾ പങ്കെടുത്തായിരുന്നു. DMKൻ്റെ ആരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നടന്ന SIRലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് DMKയും ആം ആദ്മിയും TVKയും അടക്കമുള്ള പല രാഷ്ട്രീയ പാർട്ടികൾ ഏകദേശം 28ഓളം രാഷ്ട്രീയ പാർട്ടിക്കാരെ ഒപ്പിട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. എന്തായാലും വരും ദിവസങ്ങൾ കാത്തിരുന്ന് കാണാം എങ്ങനെയായിരിക്കും ഇന്ത്യ മുന്നണിയിലെ ഇനിയുള്ള പോക്ക് എന്നുള്ളത്. അടുത്ത മാസം അതുപോലെ ബാംഗ്ലൂരിൽ ഇന്ത്യ മുന്നണിയുടെ അടുത്ത ഘട്ട യോഗം വീണ്ടും ചേരുന്നുണ്ട്. എന്നാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം ഏതൊക്കെ തരത്തിലായിരിക്കും ഈ പറഞ്ഞ പോലെ ഈ നീക്കം ഉണ്ടാവുക എന്നുള്ളതും. ചീഫ് ജസ്റ്റിനാണ് നിലവിൽ കത്ത് കൊടുത്തിട്ടുള്ളത്. ചീഫ് ജസ്റ്റിസ് ഈ വിഷയത്തിൽ എങ്ങനെയുള്ള നിലപാടെടുക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒന്ന് തന്നെയാണ്. കാരണം ഒന്നാമത് കോടതിയുടെ മേൽനോട്ടത്തിൽ അല്ലെങ്കിൽ കോടതിയുടെ കീഴിൽ ഈ ബംഗാളിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കേസുകൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഈ കത്ത് കൂടി പോകുന്നത്. അതുകൊണ്ട് കത്തുകൾ സ്വീകരിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ള വലിയ ചോദ്യചിഹ്നം അവിടെ കിടക്കുന്നുണ്ട്. എന്തായാലും ഒരു പരിധിവരെ ഇന്ത്യ മുന്നണിയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മമതാ ബാനർജിയെ കൊണ്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി എന്നുള്ള ആ നേതാവിനെ ഇന്ത്യ മുന്നണിയുടെ അല്ലെങ്കിൽ ലോക്സഭാ സ്പീക്കർ സ്ഥാനത്ത് നിന്ന് മാറ്റി അവിടെ കൊണ്ടുവെക്കാൻ പറ്റിയ ഒരു നേതാവ് അത് മമതാ ബാനർജി ആയിരിക്കും. രാഹുൽ ഗാന്ധി അടിത്തട്ടിലിറങ്ങി പ്രവർത്തിക്കാൻ പറ്റിയ ഒരു നേതാവ് കൂടിയാണ്. അപ്പം എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം എങ്ങനെയായിരിക്കും ഇനി ഇന്ത്യ മുന്നണിയുടെ പോക്ക് എന്നുള്ളതും കോൺഗ്രസുമായിട്ടുള്ള തൃണമൂലിൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടും എന്നുള്ളതും DMKനെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യുന്നുള്ളതും DMKയും TVKയും അക്സെപ്റ്റബിളായ ഒരു മുന്നണിയിൽ ഇരിക്കുമോ എന്നുള്ളതും അഥവാ ഇരുന്നാൽ തന്നെ അടുത്ത ഇലക്ഷനിൽ ആരൊക്കെ ചേർന്നായിരിക്കും പുതിയ കൂട്ടായ്മ എന്നുള്ളതും വലിയ ചിഹ്നവും വലിയ ആകാംക്ഷയും എല്ലാവർക്കിടയിലും ഉള്ളതാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം എങ്ങനെയായിരിക്കും വരും ദിവസങ്ങളിലെ ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയ ചലനങ്ങൾ എന്നുള്ളത്.